ഹായ് ഫ്രണ്ട്സ്, കുറെ ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്. ഒരു ചെറിയ യാത്രയുടെ വിശേഷമാണ്, വേറെ ഒന്നുമല്ല. എൻ്റെ മമ്മിയുടെ വീട്ടിൽ, അതായത് അപ്പച്ചനും അമ്മച്ചിയും കാണാനായിട്ട് പോവാണ്. ഏതും ഉണ്ട്. അപ്പൊ ഞങ്ങള് മൂന്ന് പേരും കൂടെ ഇഞ്ചപ്പാറയിലോട്ടാട്ടോ പോകുന്നത്. ഇഞ്ചപ്പാറ എന്ന് പറയുമ്പോൾ ആദ്യം എൻ്റെ മമ്മിയുടെ വീടെന്ന് പറയുന്നത് അതിരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടുത്തെ ഭംഗിയും ഈ ഭംഗിയും തമ്മിൽ വളരെ വ്യത്യാസമാണ്. രണ്ടും അടുത്തടുത്താണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു മെമ്മറീസ് കൂടുതലും കിടക്കുന്നത് അതിരിങ്കൽ എന്ന് പറയുന്ന പ്ലേസിലാട്ടോ. ഈ കാണുന്നതാണ് ഇഞ്ചപ്പാറ. ഇവിടെ എൻ്റെ രണ്ട് കസിൻസ് ഉണ്ട്. ഒരാളിപ്പോ ഇവിടെ ഇല്ല. ഒരാള് അവിടെ കാണുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ പുള്ളിക്കാരി അവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞൊന്നും ഇല്ലായിരുന്നു അവരുടെ അടുത്ത് ചെല്ലുമെന്ന്. പപ്പയും അമ്മയും രാവിലെ വിളിച്ചു, റംബൂട്ടാനൊക്കെ ഉണ്ട്, നീ വരുന്നെങ്കിൽ വാ എന്ന് പറഞ്ഞു. അപ്പം വൈകിട്ട് കാർത്തികേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു റംബൂട്ടാൻ എന്ന് കേട്ടപ്പോൾ നമുക്കിവിടെ അത് സംഭവം ഇല്ല കേട്ടോ. എന്നാ പോകാം എന്നും പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി. ദാ ഇവിടെ ഒരു ഗേൾസ് ടച്ചിലെ ഒരു വീടുണ്ട് കേട്ടോ. അവർ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ദോണ്ട് ഒരു ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിൽ കാണുന്നതാണ് നമ്മുടെ വീട്. ഞങ്ങൾ വരുമെന്നൊക്കെ അറിഞ്ഞ് അവർ ഗേറ്റ് ഒക്കെ തുറന്നിട്ടേക്ക് കേട്ടോ. റിനിയാൻറ്റി, അതായത് എൻ്റെ ആൻറ്റിയാണ് റിനിയാൻറ്റി. പുള്ളിക്കാരിക്ക് ഇഷ്ടം പോലെ ചെടിയുടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട് ഓണം, ക്രിസ്മസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടെ 6 കൊച്ചുമക്കളാണുള്ളത്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ പൊന്നെ അടിച്ച് പൊളിച്ച് സെറ്റായിട്ട് പോരുന്ന ഒരു വൈബായിരുന്നു. ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടിയായി, എല്ലാരും പഠിക്കാൻ പോയി, പലരെയും ഒരുമിച്ച് കിട്ടാൻ ഭയങ്കര പാട്, കണ്ടാലായി കണ്ടില്ലേലായി ഈ ഒരു ഇതാണ്. പപ്പയ്ക്ക് വയ്യ കേട്ടോ, കാലൊക്കെ വയ്യെങ്കിലും പുള്ളിക്കാരെ റംബൂട്ടാനൊക്കെ പറ്റുന്നിടത്തോളം പറിച്ചൊക്കെ വെച്ചേക്കുവാണ്. ഞാൻ പറഞ്ഞു പപ്പ സിനിമയിൽ എടുത്തു എന്ന് പറഞ്ഞു. ഏതുവിനെ നോക്ക്, ഏതു അത് ആരാ ഞാൻ ചോദിച്ചപ്പോ അമ്മച്ചി. അമ്മയുടെ അത്രയും തന്നെ ആയി ഏതു. നീളം നോക്കിക്കോണേ. കണ്ടോ, ഏതൊരു പുതിയ സ്ഥലവും ഇവിടെ ഒക്കെ കണ്ടപ്പോഴത്തേക്കിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ആകെ പുള്ളിക്കാരൻ ഹാപ്പി മൊത്തത്തിൽ. ഇതാണ് റെനിയാൻറ്റി. ഞാൻ പറഞ്ഞില്ലേ ചെടികൾ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞാണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പയും അമ്മയും അവിടുന്ന് വടയൊക്കെ കഴിക്കുന്നുണ്ട്. ഇവന്റെ കാര്യമാണ്, ഇവൻ അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, ലൈറ്റ് ഓൺ ആക്കുന്നു, ഫാൻ ഓൺ ആക്കുന്നു. കൊച്ചിന് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെ അങ്ങ് ഭയങ്കര വെപ്രാളമായിരുന്നു. പിന്നെ അമ്മയുടെ തങ്കരപ്പെട്ടിയാണിത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും. വാട്ടക്കപ്പ, പിന്നെന്തുവായിരുന്നു, ഉണക്ക കപ്പ ചിപ്സ് ഉണ്ടല്ലോ അത്, റംബൂട്ടാൻ അച്ചാറ്, ഇതൊക്കെ എനിക്ക് വേണ്ടി കരുതി വെക്കുന്ന സ്പെഷ്യലാണ്. നിങ്ങൾക്ക് കാണുമല്ലോ ഇങ്ങനത്തെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ. അങ്ങനെ അവരെ എല്ലാരോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. ഈ മഴയത്ത് നമ്മുടെ തൂക്കുപാലം കാണാൻ ഭയങ്കര രസമായിട്ടോ. ഏതൂന് ഈ മഴയും ഈ യാത്രകളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എപ്പോഴും ഞങ്ങൾ അങ്ങനെ പോകാറില്ലെങ്കിലും പോകുന്ന സമയങ്ങളിൽ പറ്റുന്നിടത്തോളം അവനെയും കൂട്ടാറുണ്ട്. നല്ല മഴയായിരുന്നു, അതുപോലെ കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന നമ്മുടെ പുനലൂരാണ്. ഇപ്പൊ നിങ്ങൾക്ക് തൂക്കുപാലം കാണാമേ. എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല, നൈറ്റ് ആയതുകൊണ്ട്. നൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അത്ര നൈറ്റ് അല്ല, ഏകദേശം ഒരു 7 മണി ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. 7 മണി ആയി കാണില്ലായിരിക്കാം എന്ന് ചിന്തിക്കുന്നു. കണ്ടോ, പുനലൂരിന്റെ അഭിമാനമായ തൂക്കുപാലം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.